വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നോർത്ത് ഈസ്റ്റിലെ പ്രവർത്തനം അഖില ഭാരതീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് നിരവധി പ്രചാരകന്മാരെ മുഴുവൻ സമയ പ്രവർത്തകരെ അങ്ങോട്ട് വിട്ടിട്ടുമുണ്ട്. ആ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? നമുക്ക് ഒരുപാട് പേരെ നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. കേരളത്തിൽ സംഘത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് പ്രചാരകന്മാർ ധാരാളം ആൾക്കാർ വരാൻ തുടങ്ങി, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നമ്മുടെ മിക്കവാറും എല്ലാ ജില്ലകൾക്കും പ്രചാരകർ, അതേപോലെ തന്നെ താലൂക്കുകൾക്ക് പ്രചാരകന്മാർ അത് വന്നു തുടങ്ങിയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആദ്യം തമിഴ്നാട്ടിൽ പ്രവർത്തനം ആരംഭിച്ചതാണെങ്കിലും കേരളത്തേക്കാൾ തമിഴ്നാട്ടിൽ പ്രവർത്തനം കുറവായിരുന്നു. അതുകൊണ്ട് അടിയന്തരാവസ്ഥയുടെ തൊട്ട് മുമ്പുള്ള കാലഘട്ടത്തിൽ തന്നെ തമിഴ്നാട്ടിലേക്കും പ്രചാരകന്മാരെ അയക്കണമെന്ന്. അപ്പോൾ നമ്മുടെ ചോട്ടാ രാമചന്ദ്രൻ എന്നുള്ള പ്രചാരക്കാണ് ആദ്യമായിട്ട് തമിഴ്നാട്ടിൽ ചെന്നൈയിൽ പ്രചാരക്കായിട്ട് പോയത്. അത് കഴിഞ്ഞ സനൽകുമാർ എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിലെ അദ്ദേഹം പ്രചാരകനായിട്ട് പോയി. കന്യാകുമാരി തമിഴ് മലയാളികൾക്കാണ്, കന്യാകുമാരിയിലേക്ക് നമ്മുടെ ചില പ്രചാരകന്മാരെ അയച്ചത്. അങ്ങനെ തമിഴ്നാട്ടിലേക്കാണ് ആദ്യം പ്രചാരകന്മാരെ അയച്ചത്. 1990 വന്നോട് കൂടിയിട്ട് പഞ്ചാബ്, അവിടെ നമുക്ക് പ്രചാരം വേണം. പഞ്ചാബിൽ സംഘം ആദ്യം ആരംഭിച്ചെങ്കിലും ആദ്യത്തെ നിരോധനത്തോടു കൂടി സംഘത്തിൻ്റെ പ്രവർത്തനം ആകെ തകർന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് അകാലികളുടെ ശക്തി കൂടി. അതുകൊണ്ട് അവിടെ പ്രചാരകന്മാരെ അയക്കണം. അപ്പോൾ നമ്മുടെ NCT രാജഗോപാൽ എന്നുള്ളൊരു പ്രചാരകൻ നമ്മൾ അമൃത്സറിൽ അയച്ചു. അയാൾ അവിടെ ഉള്ള സമയത്താണ് അകാലികൾ നമ്മുടെ ശാഖകരെ ആക്രമിച്ചതും ചില ആൾക്കുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തും ഇയാൾ പഞ്ചാബ് സിഖുകാരായിട്ടുള്ള ആൾക്കാർക്ക് നല്ല ബന്ധം വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ NCT രാജഗോപാൽ, പിന്നെ ഒരു നന്ദകുമാർ നമ്മൾ ചണ്ഡീഗഡിൽ അയച്ചിരുന്നു പ്രചാരക്കായിട്ട്. പിന്നീടാണ് ആസാം ഭാഗത്തേക്ക് പ്രചാരകന്മാരെ അയക്കണം എന്നുള്ളൊരു ഘട്ടം വന്നത്. അതുകൊണ്ട് ആസാം ഭാഗത്തേക്ക് നമ്മൾ ആദ്യമായിട്ട് 2 പ്രചാരകന്മാരെ അയച്ചു. ഒന്ന് പാലക്കാട്ട് നിന്ന് ചേത്തല്ലൂർ എന്നുള്ളൊരു അശോകൻ, പിന്നെ വെൺമണി ഭാഗത്തുള്ള അയാളുടെ പേര് ശരിക്കും നാരായണൻകുട്ടി എന്നാണ്. പക്ഷേ അവിടെ തിരുവനന്തപുരത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ കാരണം അയാളെ നമ്മൾ അങ്ങോട്ട് അയക്കുമ്പോൾ ഈ നാരായണൻകുട്ടി എന്നുള്ള പേര് അവിടെ മനസ്സിലാവില്ല. അതുകൊണ്ട് അവിടുത്തെ ആൾക്കാരെ അറിയുന്നില്ല, മുരളി മനോഹർ എന്നുള്ള പേരിൽ അയച്ചു. ഇവർ 2 പേരാണ് അവിടെ പോയത്. ഇപ്പോഴും അശോകൻ അവിടെ തന്നെയാണ് മുഴുവൻ ആസാം ക്ഷേത്രത്തിൻ്റെ പ്രചാരക പ്രമുഖമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നു. 10-30 വർഷങ്ങളായി. നാരായണൻകുട്ടി മുരളി അവിടെ വെച്ചിട്ട് ഒരു സ്ഥലത്ത് നൽബാരി എന്നുള്ള സ്ഥലത്തായിരുന്നു പ്രചാരകൻ. അയാളെ അവിടുത്തെ തീവ്രവാദികളായിട്ടുള്ള ആൾക്കാർ പിടിച്ചു കൊണ്ടുപോയി. പിന്നെ അയാളെ കൊല ചെയ്തു. അയാളുടെ ബോഡി നമുക്ക് കിട്ടിയില്ല, എവിടെ വെച്ച് കൊലയൊന്നും അറിയില്ല. ആ രീതിയിൽ അവിടെ തന്നെ അയാൾ രക്തി. പക്ഷെ അതിൻ്റെ അടുത്ത വർഷം നമുക്ക് 5 പേരെ നിശ്ചയിച്ചു. ഇത് നമ്മുടെ തളർത്തില്ല എന്ന് വെച്ചാൽ 5 പേര് പ്രചാരകന്മാരായിട്ട് പോയി. അങ്ങനെ ധാരാളം പേര് ആസാമിൽ സംഘപ്രവർത്തനത്തിന് പോയിരുന്നു. ഇതേ സമയത്ത് മന്യ ഭാസ്കർ റാവു സംഘപ്രവർത്തനം മാറി കുറച്ച് സുഖൂലായിരുന്നു. പിന്നെ വനവാസി മേഖലയിലായി. വനവാസി രംഗത്ത് അവിടെ പ്രത്യേകമായിട്ട് വനവാസി മേഖലയിൽ സ്കൂളുകളും നാഗാലാൻഡിലൊക്കെ ആയപ്പോൾ അധ്യാപകന്മാരായിട്ട് ഇവിടെ നമ്മുടെ ധാരാളം സ്വയംസേവ അധ്യാപകന്മാരായിട്ട് അവർ പോയി. അങ്ങനെ ചില ആൾക്കാർ പിന്നെ വനവാസി പ്രവർത്തനത്തിനായിട്ട് ഇപ്പോഴും തുടരുന്ന സംഗതിയുണ്ട്. ശ്രീധരൻ എന്ന് പറഞ്ഞിട്ടൊരാൾ അവിടെ വർക്ക് ചെയ്യുന്നു. നമ്മുടെ രമേശ് കണ്ണൂരിൽ നിന്നുള്ള അയാൾ അവിടെ പോയി അവിടുന്ന് തന്നെ വിവാഹം കഴിച്ചു. പിന്നെ അയാൾ വനവാസി പ്രവർത്തനം തുടങ്ങുന്നു. ആ രീതിയിൽ കേരളത്തിൽ നിന്ന് ആസാമിൻ്റെ പ്രവർത്തനം വളർത്തുന്ന ധാരാളം പ്രചാരകന്മാർ നമുക്ക് അയക്കാൻ സാധിച്ചു. ഈ അഖില ഭാരതീയ തലത്തിലുള്ള സമയത്ത് അവിടെയൊക്കെ യാത്ര ചെയ്തിരുന്നല്ലോ. അപ്പോൾ ഈ ആസാമിലൊക്കെ പോയിരുന്നോ? ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ സേതുവേട്ടൻ സഞ്ചരിച്ചിരുന്നു? ഈ നാരായണൻകുട്ടി എന്നെ കാണാതെ പോയ സ്ഥലങ്ങളിലൊക്കെ പോയിരുന്നോ സേതുവേട്ടൻ? ഞാൻ ശരിക്ക് നൽബറിയിലും ആസാമിലും മണിപ്പൂരിലും എല്ലാം ഈ പ്രചാരകന്മാരൊക്കെ കാണാനായിട്ടുള്ള യാത്ര ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് നൽബറിയിൽ പോയപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് നാരായണൻകുട്ടി അവരുടെ ദൈവമായിട്ടുള്ളതാണ്. മിക്കവാറും എല്ലാ വീടുകളിലും പൂജാമുറിയിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അന്നത്തെ ഒരു ചക്രവർത്തി എന്നുണ്ട്, അതിപ്പോൾ അവിടുത്തെ സംഘചാലക്കാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്കെല്ലാം തന്നെ നാരായണൻകുട്ടിയെ സംബന്ധിച്ചുള്ളൊരു അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്താണ് അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് ആ ഭാഗത്ത് മുഴുവൻ അവരുടെ പൂജാമുറിയിൽ അവർ നാരായണൻകുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ട് ഒരു ദൈവത്തെ പോലെ ആരാധിക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു. അതേപോലെ ഇത് നമുക്ക് അനുഭവപ്പെട്ട സംഗതികൾ. നമ്മുടെ പ്രചാരകന്മാർ ആ ഭാഗത്ത് പോയിട്ട് ഗ്രാമപ്രദേശങ്ങളിൽ പോയിട്ട്
അവിടുത്തെ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്ത് എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിക്കും ഈ അശോകൻ്റെയൊക്കെ അനുഭവം പറയുമ്പോൾ എല്ലാ ഗ്രാമത്തിൽ പോകുമ്പോഴും അശോകൻ അവരുടെ ഹീറോ ആണ്. ഇതുപോലുള്ള പ്രചാരന്മാർ പ്രവർത്തിച്ചു. നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ ഞാൻ ആ സമയത്ത് തവാങ് എന്ന ഏരിയയിൽ പോയിരുന്നു. ശരിക്ക് ആ ഭാഗത്തെ റോഡുകൾ മുഴുവൻ അതിർത്തി പ്രദേശത്ത് പട്ടാളക്കാർ അവിടെയുണ്ട്. റോഡ് മഹാമോശമാണ്. ഞാൻ ശരിക്കും അങ്ങോട്ട് പോകുമ്പോൾ ഒരു 3-4 മണിക്കൂർ യാത്ര, ഇരുന്ന് യാത്ര ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ആംബുലൻസിൽ കിടന്ന് ആ തരത്തിലാണ് പോയത് അവിടെ. ഈ സമയത്ത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സ്വഭാവം എന്താണെന്നറിയാമോ? അതിർത്തി പ്രദേശം, നമ്മുടെ ആൻ്റണി രാജ്യരക്ഷാ മന്ത്രിയുടെ സമയത്ത് അതിർത്തി പ്രദേശങ്ങളെ റോഡ് നമ്മൾ വളരെ ക്ലിയർ ആക്കിയാൽ ശത്രുക്കളുടെ വാഹനങ്ങൾ വരാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് റോഡുകൾ ഇങ്ങനെ ആകണം. ഇതായിരുന്നു നമ്മുടെ പോളിസി. ഇപ്പോൾ ആ അതിർത്തി വരെ നല്ല ഫസ്റ്റ് ക്ലാസ് റോഡുകളും നമ്മുടെ വിമാന സർവ്വയും റെയിൽവേയും എല്ലാം വരുന്ന സമയത്ത് നമ്മുടെ പട്ടാളക്കാർക്ക് വളരെ ഈസിയായിട്ട് അവിടെ എത്താനും കാര്യങ്ങൾ രക്ഷിക്കാൻ സാധിക്കും. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ആ സ്വഭാവം അന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ശരിക്കും നമുക്ക് ആ സമയത്ത് അനുഭവപ്പെട്ട കാര്യമാണ് നേരിട്ട്. ഈ രീതിയിൽ നമ്മുടെ സംഘപ്രവർത്തനത്തിൽ സ്വയംസേവർ അവിടെ പോകുന്നു, അവിടുത്തെ ജനങ്ങളുടെ ഹൃദയം പിടിക്കുന്നു, നല്ലപോലെ പ്രവർത്തനം നടക്കുന്നു.